നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് സ്കൂൾ ലൈഫ് ഇഷ്ടമാണോ? സ്കൂളിൻ്റെ പരിസരം അവർ ഇഷ്ടപ്പെടുന്നുണ്ടോ? അവർ ടീച്ചേഴ്സിനെ അവർക്ക് ഇഷ്ടമാണോ? അവരുടെ മാതാപിതാക്കന്മാർ അവരുടെ ഇഷ്ടമാണോ? നമ്മളിതെല്ലാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിക്കുന്നത് ഒരു ടെക്നോളജി ലൈഫിലായതുകൊണ്ട് തന്നെ അവർക്ക് മറ്റുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ഒതുങ്ങിപ്പോകുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ രാവിലെ 7:30 മണി തൊട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അവൾ തിരിച്ചെത്തുന്നത് ഏകദേശം 4:30 വീട്ടിൽ. അത്രയും സമയം സ്കൂളിൽ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെയും കുട്ടികൾ എങ്ങോട്ടാണ് പോകുന്നത്? ട്യൂഷൻ എന്നും പറഞ്ഞ് ട്യൂഷൻ സെൻറ്ററിലും ഓരോ വീടുകളിലും ട്യൂഷന് പോകുകയാണ്. അപ്പോൾ ആ ട്യൂഷനും പഠിച്ചിട്ട് പിന്നെ വീട്ടിൽ വന്ന് കുട്ടികൾ ആകെ ടയേർഡാകുകയാണ്. വീണ്ടും നമ്മുടെ പേരൻസ് കുട്ടികളോട് പറയുകയാണ്, നിങ്ങൾ പഠിക്കുക. കുട്ടികൾ എവിടെ റിലാക്സ് ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഏതെങ്കിലും കുട്ടികളെ എന്ത് കളിയാണ് കളിക്കുന്നത്? കുട്ടികൾ പരസ്പരം വീട്ടിൽ വന്ന ശേഷം എന്തെങ്കിലും ഒരു ബോൾ എടുത്ത് കളിക്കുന്നുണ്ടോ? എന്തെല്ലാം ഗെയിംസ് ഉണ്ട് ഇപ്പം. എന്താണ് കുട്ടികൾ ചെയ്യുന്നത്? വീട്ടിൽ മാതാപിതാക്കന്മാരെ സഹായിക്കാൻ അവർക്ക് സമയമുണ്ടോ? അവർക്കൊന്നിനും സമയമില്ല. അത് കഴിഞ്ഞ ശേഷം വീണ്ടും വീട്ടിൽ വന്ന് ഫ്രഷൊക്കെ ആയി കുറച്ച് കഴിഞ്ഞ് ഉടൻ തന്നെ കുട്ടി വീണ്ടും പുസ്തകം എടുത്ത് ഹോംവർക്കിലേക്ക് പോവുകയാണ്. ഏത് കൊച്ചുകുട്ടിയുടെ അവസ്ഥ ഇതാണ്. ഇങ്ങനെയായി കുട്ടികൾക്ക് എന്താണ്, അവർ മടുക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ അവരൊക്കെ പറയാം, എങ്ങനെയെങ്കിലും ഈ 10ാം ക്ലാസ്സൊക്കെ ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്ന് പറയുന്ന ആൾക്കാരാണ്. ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ ലൈഫ് എങ്ങനെയാണ്? നല്ല എൻജോയ്മെൻ്റായിട്ട് ഹാപ്പി ആയിട്ട് അവർ പോകണം. അവർക്ക് കുറച്ച് സമയം പഠനം കൊടുത്ത ശേഷം ബാക്കി സമയം അവർക്ക് റിലാക്സ് ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മുടെ സ്കൂളുകളൊക്കെ കൊടുക്കണം. നമ്മുടെ ഗവൺമെൻറ് അധികാരികൾ ഇത് വളരെയധികം ശ്രദ്ധയോടെ എടുക്കേണ്ട കാര്യങ്ങളാണ്. കാരണം കൊച്ചു കുട്ടികൾ തൊട്ട് ഇന്ന് സ്ട്രെസ്ഫുൾ ലൈഫിലേക്ക് ഇങ്ങനെ പോയി അവർക്ക് മിക്കവർക്കും ടെൻഷൻ ഉണ്ടാകുന്നുണ്ട്. ഈ ടെൻഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുട്ടികളെ റിലാക്സ് ചെയ്യിപ്പിച്ചേ പറ്റൂ. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ടോട്ടലി മാറ്റിയെടുക്കാനുള്ള പരിശ്രമം ഇനിയെങ്കിലും എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണം.